അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തയാഴ്ച ഗൾഫ് സന്ദർശിക്കും. ഇതിനു മുന്നോടിയായി UAE റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ചർച്ചകളിൽ ട്രംപ് പ്രധാന വിഷയമായി. അബുദാബിയിൽ ട്രംപ് ടവർ പദ്ധതി ആരംഭിക്കാൻ സാധ്യതയുണ്ടെന്ന് അടുത്ത കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നു. എന്നാൽ സന്ദർശന സമയത്ത് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ല. അതേസമയം ഡൗൺടൗൺ ദുബൈയിലെ 80 നിലകളുള്ള ട്രംപ് ഇന്റർനാഷണൽ ഹോട്ടൽ ആൻഡ് ടവറിന്റെ വിൽപ്പന ശക്തമായി തുടരുന്നു. 2 ബെഡ്റൂം അപ്പാർട്ട്മെന്റുകൾ 40 ലക്ഷം ദിർഹം മുതൽ തുടങ്ങിയപ്പോൾ 4 ബെഡ്റൂം പെൻഹൌസുകൾക്ക് വില 70 ദശലക്ഷത്തിലും ഏറെയാണ്. ഹോട്ടലിനായി 18 നിലകൾ മാറ്റിവെച്ചിരിക്കുന്നതും നിക്ഷേപകരെ ആകർഷിക്കുന്ന ഘടകമാണ്. സൗദി ജിദ്ദയിലെ ട്രംപ് ടവറിന്റെ വിജയകരമായ തുടക്കത്തിന് ശേഷം ദുബൈ പദ്ധതിയും വിൽപ്പന ലക്ഷ്യങ്ങൾ കൈവരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡാർ ഗ്ലോബലാണ് പദ്ധതിയുടെ വികസനം നടത്തുന്നത്. ഒമാനിലെ ഗോൾഫ് കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട മറ്റൊരു ട്രംപ് പദ്ധതിയുമായി ഇവർക്ക് ബന്ധമുണ്ട്. ദമാക് ഹിൽസിലെ ട്രംപ് എസ്റ്റേറ്റിന് ശേഷം ട്രംപ് ഓർഗനൈസേഷന്റെ രണ്ടാമത്തെ പ്രധാന ദുബൈ പദ്ധതി കൂടിയാണിത്. 2013 30 മുതൽ 35 ലക്ഷം ദിർഹത്തിൽ ആരംഭിച്ച ദമാക് ഹിൽസിലെ ആഡംബര വില്ലകൾ ഇപ്പോൾ 5 കോടിയിലേറെ ദിർഹം വിലയിലെത്തിയിട്ടുണ്ട്. ദുബൈ നഗരത്തെ സുരക്ഷിതമാക്കാൻ പുതിയ പദ്ധതിയുമായി ദുബൈ പോലീസ്. നഗരത്തെയും ഗ്രാമത്തെയും വേർതിരിച്ച് സുരക്ഷ ശക്തമാക്കും. എവിടെയും പെട്ടെന്ന് സഹായം എത്തിക്കാനും കാര്യക്ഷമമായ സേവനം നൽകാനും ഇത് സഹായകമാകും. ദുബൈ പോലീസിന്റെ പുതിയ രീതി പോലുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കും. ദുബൈ 2040 അർബൻ മാസ്റ്റർ പ്ലാൻ അനുസരിച്ചാണ് ഈ മാറ്റം. ദുബൈ പോലീസ് ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെയാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. ഓരോ മേഖലകളിലേക്കും ആവശ്യമായ പട്രോളിംഗ് ഉദ്യോഗസ്ഥർ എന്നിവ പ്രത്യേകമായി വികസിക്കും. ഈ പദ്ധതി ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓപ്പറേഷൻസിന്റെ ആദ്യപാദത്തിലെ വിലയിരുത്തൽ യോഗത്തിൽ പ്രഖ്യാപിച്ചു. ദുബൈ പോലീസ് ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി നിരവധി മുതിർന്ന ഉദ്യോഗസ്ഥരും എത്തിയിരുന്നു. രാജ്യത്തിന്റെ സുരക്ഷ ശക്തമാക്കുക, ട്രാഫിക് നിയന്ത്രിക്കുക, എല്ലാ സേവനങ്ങളും ഒരുപോലെ രാജ്യത്തെ ജനങ്ങൾക്ക് എത്തിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്ന് ദുബൈ പോലീസിലെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ അഫയേഴ്സ് അസിസ്റ്റന്റ് കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ ഖലീൽ ഇബ്രാഹിം അൽ മൻസൂരി പറഞ്ഞു. ഗൾഫ് മേഖലയിലെ വിമാനത്താവളങ്ങൾ മികച്ച വളർച്ച കൈവരിക്കുമ്പോൾ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം തളർച്ച നേരിടുന്നു. സാമ്പത്തികമായി ലാഭകരമല്ലാത്തതിനാൽ പല വിദേശ വിമാന കമ്പനികളും പ്രവർത്തനം നിർത്തി. ബ്രിട്ടീഷ് എയർവേസ് 60 വർഷത്തെ സർവീസിന് ശേഷം കുവൈറ്റിലേക്കുള്ള വിമാനങ്ങൾ നിർത്തി. ജർമ്മനിയുടെയും നെതർലാൻഡ്സിന്റെ വിമാന കമ്പനികൾ നേരത്തെ പിന്മാറിയിരുന്നു. മറ്റ് പ്രധാന വിമാനത്താവളങ്ങളിലേക്ക് വിമാന കമ്പനികൾ സർവീസ് വ്യാപിപ്പിക്കുമ്പോഴും 14 അന്താരാഷ്ട്ര വിമാന കമ്പനികൾ കുവൈറ്റ് വിമാനത്താവളത്തിൽ പ്രവർത്തനം അവസാനിപ്പിച്ചു. ഉയർന്ന ഇന്ധനവില, മറ്റ് വിമാനത്താവളങ്ങളുടെ മത്സരം, സൗകര്യങ്ങളുടെ കുറവ് എന്നിവയാണ് കുവൈറ്റിന് തിരിച്ചടിയാകുന്നത്. 2024 കുവൈറ്റ് വിമാനത്താവളത്തിലെ യാത്രക്കാരുടെ എണ്ണം 1% കുറഞ്ഞ് 15.4 ദശലക്ഷമായി. അതേസമയം ദുബൈ, ദോഹ, റിയാദ്, അബുദാബി വിമാനത്താവളങ്ങളിൽ യാത്രക്കാരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം ഇപ്പോൾ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. പല വിദേശ വിമാന കമ്പനികളും ഇവിടെ നിന്നും പിന്മാറുന്നു. ഇത് കുവൈറ്റിന്റെ സാമ്പത്തിക ഭാവിക്കും വിമാനത്താവളത്തിന്റെ വളർച്ചയ്ക്കും ദോഷകരമാണ്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 2024 യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞു. 2023 15.6 ദശലക്ഷം യാത്രക്കാരുണ്ടായിരുന്നത് 2024 15.4 ദശലക്ഷമായി കുറഞ്ഞു, ഏകദേശം 1% കുറവ്. എന്നാൽ ഗൾഫിലെ മറ്റ് വിമാനത്താവളങ്ങളിൽ യാത്രക്കാരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ദുബൈ വിമാനത്താവളത്തിൽ 5.7%, ദോഹയിൽ 14.8%, റിയാദിൽ 17.8%, അബുദാബിയിൽ 25.3% എന്നിങ്ങനെ യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചു. രാജ്യത്ത് ചൂട് കനത്തതോടെ തണലും തണുപ്പും തേടി കൂട്ടായ്മകളും ചെറിയ അസോസിയേഷനുകളും തങ്ങളുടെ ഒത്തുചേരലുകൾ ഫാം ഹൗസുകളിലേക്ക് മാറ്റിത്തുടങ്ങി. ചെറിയ ചെറിയ കൂടിച്ചേരലുകൾ പാർക്കിലോ ബീച്ചിലോ നടത്തിയിരുന്നവർ ചൂട് കൂടിയതോടെ ഫാം ഹൗസുകൾ തേടി നടക്കുന്ന കാഴ്ചയാണ്. ബാത്തിന മേഖലയിൽ പ്രത്യേകിച്ചും സൊഹറിലാണ് താപനില ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തുന്നത്. ഇവിടങ്ങളിൽ നിരവധി ഫാം ഹൗസുകളുമുണ്ട്. സ്വദേശികളുടെ ഉടമസ്ഥതയിലുള്ള ഫാം ഹൗസുകളാണ് കൂടുതലും. അതേസമയം ഒരു ദിവസം 10ഓളം കുടുംബങ്ങൾക്ക് താമസിക്കാനും ഉല്ലസിക്കാനും 200 റിയാൽ വരെയാണ് നിരക്ക്. അവധി ദിവസങ്ങൾ അല്ലാത്തതും സീസൺ അല്ലാത്തതുമായ ദിവസങ്ങളിൽ 100 റിയാലിൽ താഴെ വാടക നൽകേണ്ടതുള്ളൂ.
ചൂട് കൂടുന്ന വരും മാസങ്ങളിൽ ആളുകൾ ഫാം ഹൗസുകൾ തേടിപ്പോകും. ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്തിരിക്കുകയാണ് പലരും. സ്കൂളുകൾക്ക് വേനലവധിക്കാലം കൂടിയാണ് വരുന്നത് എന്നതിനാൽ ഫാം ഉടമകൾക്ക് ഇത് ചാകരയുടെ കാലമാണ്. ഒമാന്റെ മിക്ക ഭാഗങ്ങളിലും ഇന്നു മുതൽ വടക്കു പടിഞ്ഞാറൻ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും അടുത്ത ദിവസങ്ങളിലും കാറ്റ് തുടരുമെന്നും ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. മിക്ക ഗവർണറേറ്റുകളെയും വടക്കു പടിഞ്ഞാറൻ കാറ്റ് ബാധിച്ചേക്കും. ശക്തമായ കാറ്റ് പൊടി ഉയരാൻ കാരണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. പ്രത്യേകിച്ച് മരുഭൂമിയിലും തുറസായ പ്രദേശങ്ങളിലുമാണ് കാറ്റ് വീശുക. പൊടി ഉയരുന്നത് ദൂരക്കാഴ്ച കുറയാൻ ഇടയാക്കും, പ്രത്യേകിച്ച് പകൽ സമയങ്ങളിൽ. കൂടാതെ കടൽ പ്രക്ഷുബ്ധമാകുമെന്നും ഒമാന്റെ എല്ലാ തീരപ്രദേശങ്ങളിലും 3 മീറ്റർ വരെ തിരമാല ഉയരുമെന്നും അധികൃതർ അറിയിച്ചു. മസ്കറ്റ് ഗവർണറേറ്റിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് വീണ്ടും പുതിയ വഴികൾ മസ്കറ്റ് നഗരസഭ തേടുന്നു. ഗതാഗതക്കുരുക്ക് പഠിച്ച് സമഗ്രമായ പരിഹാര റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നതിന് നിയോഗിക്കപ്പെട്ട കൺസൾട്ടിയായ ദാറുൽ ഹന്ത വഴിയാണ് പൊതുജനങ്ങളിൽ നിന്നും ആശയങ്ങളും നിർദ്ദേശങ്ങളും ക്ഷണിച്ചിരിക്കുന്നത്. മസ്കറ്റ് നഗരത്തിലെ വാഹന സഞ്ചാരം എളുപ്പമാക്കുന്നതിന്റെ ഭാഗമായാണ് പഠനവും തുടർ പ്രവർത്തനങ്ങളും. തലസ്ഥാനത്ത് ഗതാഗത മേഖലയിൽ നവീകരണം കൊണ്ടുവരുമെന്ന് നേരത്തെ നഗരസഭ പ്രഖ്യാപിച്ചിരുന്നു. പാലങ്ങളുടെയും തുരങ്കങ്ങളുടെയും നിർമ്മാണം, മസ്കറ്റ് എക്സ്പ്രസ് വേ 5 വരിയായി വികസിപ്പിക്കൽ എന്നിവയും ഇതിൽപ്പെടും. കൂടാതെ അൽമൗജ് 18 സ്ട്രീറ്റ് വീതി കൂട്ടൽ, ഓരോ ദിശയിലും അധിക പാത കൂട്ടിച്ചേർക്കലും ഇതിൽപ്പെട്ടതാണ്. അൽഹെയിൽ നോർത്ത്, അൽമൗജ്, ബഹ്ജ, ഇഷ്റാഖ് റൗണ്ടബൌട്ടുകളുടെ പരിഷ്കരണവും നഗരസഭയുടെ പരിഗണനയിലുണ്ട്. എല്ലാ കാലാവസ്ഥയിലും നഗരത്തിന്റെ പ്രവർത്തനക്ഷമത നിലനിർത്തുന്നതിനും ചലനാത്മക മെച്ചപ്പെടുത്തുകയും ചെയ്യുകയും വാണിജ്യ മേഖലയുടെ അഭിവൃദ്ധിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിനാണ് വികസന പ്രവർത്തനങ്ങൾ. ഇതിന്റെ ഭാഗമായി മത്ര സൂക്കിൽ മഴക്കാലത്തുണ്ടാകുന്ന വെള്ളക്കെട്ടുകൾക്ക് പരിഹാരം കാണാനും നഗരസഭ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. 3ാം ഘട്ട സർവേയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിൽ അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിനും നിർദ്ദേശങ്ങൾ നൽകുന്നതിനും സ്വദേശികളോടും വിദേശികളോടും നഗരസഭ അധികൃതർ ആവശ്യപ്പെട്ടു. സർവേയിലൂടെ ശേഖരിക്കുന്ന വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തി നഗരത്തിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കുന്നതിനും യാത്രകൾ എളുപ്പമാക്കുന്നതിനുമുള്ള ഹ്രസ്വ ദീർഘകാല വികസന പദ്ധതികൾ രൂപപ്പെടുത്തുന്നതിന് സഹായകമാകുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. ഒമാനിലെ തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കുമെതിരെയുള്ള പിഴകളിൽ നിന്നും ഒഴിവാക്കി നൽകുന്നത് സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചാരണങ്ങളിൽ വിശദീകരണവുമായി റോയൽ ഒമാൻ പോലീസ്. തൊഴിൽ മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുള്ള നിർദ്ദിഷ്ട കേസുകളിൽ മാത്രമാണ് ഇളവുകൾ നൽകുന്നതെന്ന് പോലീസ് വ്യക്തമാക്കി. റെസിഡൻസ് കാർഡ് കാലാവധി കഴിഞ്ഞതും ഒമാനിൽ തുടരുന്ന പ്രവാസികൾക്ക് നിലവിൽ പിഴകളില്ലാതെ കരാർ പുതുക്കാൻ സാധിക്കും. വിസ സ്റ്റാറ്റസ് ശരിയാക്കുന്ന മുറയ്ക്ക് റെസിഡൻസ് കാർഡിന്റെ എല്ലാ പിഴകളും ഒഴിവാക്കപ്പെടും. എന്നാൽ തൊഴിലുടമ ഒരു തൊഴിലാളിയുടെ പെർമിറ്റ് പുതുക്കി നൽകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവരുടെ സേവനങ്ങൾ അവസാനിപ്പിക്കാനും സാധിക്കും. വർക്ക് പെർമിറ്റ് പുതുക്കാത്തവർക്ക് പിഴകൾ കൂടാതെ തൊഴിൽ കരാർ റദ്ദാക്കി രാജ്യം വിടുന്നതിനും അവസരമുണ്ട്. നോൺ വർക്ക് വിസയുമായി ബന്ധപ്പെട്ട പിഴയും ഒഴിവാക്കി നൽകുമെന്ന് ROP അറിയിച്ചു. വിസിറ്റ് വിസ അടക്കം തൊഴിൽ വിസയില്ലാതെ രാജ്യത്തെത്തി അനധികൃതമായി തങ്ങുന്നവരാണ് ഈ വിഭാഗത്തിൽ പെടുന്നത്. 7 വർഷത്തിൽ കൂടുതലായുള്ള പിഴകൾ ഒഴിവാക്കി നൽകും. എന്നാൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഈ ആനുകൂല്യങ്ങളൊന്നും ലഭ്യമാകില്ല. കോവിഡ് കാലയളവിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഫീസുകളും അതോടൊപ്പം റദ്ദാക്കി.